Glory to God. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ നിയോഗത്താൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ക്രിസ്തുവിൽ ശരണപ്പെട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അന്യഭാഷ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും അന്യഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് വേണ്ടും വണ്ണം മനസ്സിലായിട്ടില്ല. അവർക്ക് അത് ഇതുവരെ അതിന്റെ പൂർണ്ണമായ ഒരു വിവരം, പൂർണ്ണമായ ഒരു പ്രാധാന്യം എല്ലാവർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാൻ കുറച്ചു സമയം ഞാൻ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു വലിയ ഒരു പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, ദൈവത്തോട് ബന്ധം പുലർത്തുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന സൗജന്യമായ ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഓഫ് ടങ്സ്, അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചിന്താവിഷയം പോലെ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു മാറ്റം വരുമോ? അവരുടെ ജീവിതത്തിൽ വിഷയാധിഷ്ഠിതമായിട്ടുള്ള മാറ്റങ്ങൾ എന്നതിനേക്കാൾ അപ്പുറമായി അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ അവന്റെ വ്യക്തിത്വത്തിന്, അവന്റെ വികാരങ്ങൾക്ക്, അവന്റെ ജീവിത ശൈലിക്ക്, അവന്റെ വിശ്വാസത്തിന് മാറ്റം വരുമോ? അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? അന്യഭാഷ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്, സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്. എന്നാൽ ഞാൻ ഈ സമയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മാധ്യമത്തിലൂടെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സബ്ജക്റ്റിലൂടെ, ഒരു ഭാഷയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ വാസ്തവമായിട്ടും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് സഭ മുഴുവനും സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട് എന്ന് പറയുമ്പോൾ സഭ നിയമിച്ച, സഭയ്ക്ക് അടിസ്ഥാനമിട്ട ദൈവത്തോട് സംസാരിക്കാനും ഒരു വിശ്വാസിക്ക് ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് അന്യഭാഷ. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീക വരമാണെന്ന് ഈ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ഈ സംസാരം സഭയിലുള്ള ഓരോ വ്യക്തികളും പരസ്പരം സംസാരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു ആശയവും ആ ഒരു സന്ദർഭവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അന്യഭാഷ ദൈവം എനിക്കൊരു ആത്മവരമായി തന്നിരിക്കുമ്പോൾ ഞാനത് ദൈവത്തോട് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ഭാഷയാണ്. അത് ഈ ഭൂമിയിലുള്ള ഒരു ഭാഷയല്ല, അത് സ്വർഗത്തിന്റെ ഒരു ഭാഷയാണ്, അത് ദൈവത്തിന്റെ ഭാഷയാണ്. ആ ഭാഷ ദൈവം എനിക്ക് തന്ന്, ആ ഭാഷ ഞാൻ അത് ഭക്തിയോടെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉപയോഗിക്കുന്നുവെങ്കിൽ എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം? നമ്പർ 1, അടിസ്ഥാനപരമായി എന്റെ ആത്മീക ജീവിതത്തിന് പ്രവചനാതീതമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ, നിശ്ചയമായിട്ടും നിങ്ങൾ ആ ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന് വ്യക്തമായും ഒരു സമയപരിമിതി ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ അന്യഭാഷ പ്രാപിച്ച ഒരു വ്യക്തിയാണ്, നിങ്ങൾ ആ അന്യഭാഷകളോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരിക്കലും നമുക്ക് 15 മിനിറ്റ് കൊണ്ടോ 30 മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ നമുക്കൊരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ തീർന്നു പോയി, ഇനി എന്താ പ്രാർത്ഥിക്കുക എന്നൊരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയില്ല.
കാരണം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം, പ്രാർത്ഥിക്കും തോറും വീണ്ടും വീണ്ടും അവന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനവും ഒരു പ്രേരണയും ഒരു പ്രത്യേക ആത്മീയ ശക്തിയും അവനെ മുൻപോട്ട് നയിക്കുന്നതായിട്ട് അവൻ അനുഭവിക്കാനായി കഴിയും. ഹല്ലേലൂയ. ഇനിയും ഏതൊക്കെയോ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാനുണ്ടെന്ന് ആത്മാവ് തന്നെ അവന്റെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്ത് അവരെ വ്യക്തമായ ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു തലം അവന് മനസ്സിലാക്കാനായി കഴിയും. അപ്പോ രണ്ടാമത്തെ കാര്യം, അവനൊരു പ്രചോദനം അവന്റെ ആത്മാവിൽ നിന്ന് എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട്, ഈ പ്രചോദനം ഒരിക്കലും അവന്റെ ആത്മീയ ജീവിതത്തിലേക്ക് മാത്രമായിട്ടല്ല ആത്മാവ് സപ്ലൈ ചെയ്യുന്നത്, അവനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും പ്രചോദനം വന്നുകൊണ്ടിരിക്കും. അലസനായിരിക്കുന്ന ഒരു വ്യക്തി, മടിയനായിരിക്കുന്ന ഒരു വ്യക്തി, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ദൈവത്തിലേക്ക് വന്ന് അവൻ രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് അഭിഷേകം പ്രാപിച്ച് അവൻ ഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമെങ്കിൽ ഉറപ്പായും അവന്റെ ജീവിത ശൈലിയിലും അവന്റെ സ്വഭാവത്തിലും അവന്റെ ആറ്റിറ്റ്യൂഡുകളിലും അവന്റെ മനോഭാവങ്ങളിലും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളിലും എല്ലാം വളരെ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവനെ ഉപദേശിച്ച് അവനൊരു നല്ല കൾച്ചർ ഉള്ള ഒരു വ്യക്തിയായി, ഒരു ഹെവൻലി കൾച്ചർ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിൽ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. പുസ്തകങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാത്തത്, വായനകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാത്തത്, മോട്ടിവേഷണൽ ക്ലാസുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാത്തത്, അന്വേഷണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാത്തത്, നല്ല ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തെടുക്കാനായി കഴിയും. കാര്യം എന്ന് പറയുന്നത് അവന്റെ വെളിപ്പാടുകളിൽ ആഴമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ ഒരു ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നാൽ ഒരു ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല വെളിപ്പാടുകൾ ആവശ്യം. കുടുംബജീവിതം നയിക്കുന്ന, വിദ്യാഭ്യാസം ചെയ്യുന്ന, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വെളിപ്പാടുകൾ ആവശ്യമാണ്. How to do, when to do, how can I do? ഈ കാര്യങ്ങളെ കുറിച്ച് നാം നിശ്ചയമായിട്ടും ഒരു ബോധ്യവും അവബോധവും ഉള്ള ഒരു വ്യക്തി ആകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഒരു അമളി പറ്റരുത്, ഒരു തെറ്റായ ഡിസിഷൻ എടുക്കരുത്, പരാജയപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വിസ്ഡം എല്ലാം ചെയ്തു കൊടുക്കും. അവന്റെ വിസ്ഡത്തിന്റെ മേഖല ദൈവത്തിന്റെ ആത്മാവ് ഓപ്പൺ ചെയ്തു കൊടുക്കും. ഇതൊന്നും ഒരു മാനുഷികമായോ യാന്ത്രികമായോ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാന്യസുഹൃത്ത് മനസ്സിലാക്കിയാൽ, ഇതൊക്കെ നാം ദൈവത്തോട് എത്രത്തോളം സമർപ്പണത്തോടും താല്പര്യത്തോടും നാം പ്രാർത്ഥിക്കുന്നു, അതിനനുസൃതമായി അതിന്റെ വേഗതയിൽ അതിന്റെ തോതനുസരിച്ച് ആത്മമണ്ഡലത്തിൽ ദൈവഹിതത്താൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കകത്തും ചിട്ടപ്പെടുത്തലുകൾ കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരു ജനൽ പണിയുന്ന ഒരു മേസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജനൽ പണിയാൻ തുടങ്ങി 1 മണിക്കൂറിനകത്ത് എനിക്ക് ജനൽ പണിത് തരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനലിന് അതിന്റെ ചട്ടം അടിച്ചു കൂട്ടണം, അതിൻ്റെതായിട്ടുള്ള ഹോൾസും കാര്യങ്ങളും ഒക്കെ ഇടണം, കമ്പികൾ കോർത്ത് വെക്കാൻ വേണ്ടി ഹോൾസും കാര്യങ്ങളും ഇടണം, അതിനെ ചെത്തി മിനുക്കി ചെയ്യണം, അതിനെ പോളിഷ് ചെയ്യണം, അതിനെ പ്രൈമർ അടിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ഫ്രെയിം വർക്ക് ചെയ്യണം. ഇതിനൊക്കെ ഒത്തിരി സമയം, അതിൻ്റെതായ അളവുകൾ, അതിൻ്റെതായ മിനുക്കുപണികൾ എല്ലാം ചെയ്ത് അതിനെ അടച്ചുറപ്പുള്ളതാക്കി അതിന്റെ ഉപയോക്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് പോലെ
ആത്മീയ ജീവിതത്തിൽ ഒന്നിനും തിടുക്കം കൂട്ടരുത്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ആത്മീയമായി പണിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒന്നിനും തിടുക്കം കൂട്ടരുത്. നിങ്ങൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഭൂമിയിലെ സമയവും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ ആത്മീയ ജീവിതത്തിന്റെ സമയം ഭയങ്കരമായി കൂടിപ്പോയി എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമയത്തിന് തെറ്റ് സംഭവിക്കുകയില്ല. ഒന്നിനും നിങ്ങൾ തിടുക്കം കൂട്ടരുത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ താല്പര്യം കാണിക്കുക. അപ്പോ ഒരു വ്യക്തിക്ക് വിസ്ഡം, ജ്ഞാനം അവന് വർദ്ധിക്കുന്നു. അടുത്തത് അവന് വെളിപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ അസാധാരണവും ആഴവുമായ വെളിപ്പാടുകൾ ദൈവാത്മാവ് നൽകിക്കൊടുക്കും. ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന സമയം മിക്കപ്പോഴും എനിക്ക് ദൈവം തരുന്ന ആശയങ്ങളാണ് ഞാൻ ഷോർട്ട് മെസ്സേജുകളായി സമയം പോലെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഷോർട്ട് മെസ്സേജസ് എന്ന് പറഞ്ഞ് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റോ 8 മിനിറ്റോ 10 മിനിറ്റോ ഉള്ള ഷോർട്ട് മെസ്സേജ് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ദൈവം എന്റെ പ്രാർത്ഥനയിൽ തരുന്നതാണ്. ഇനി പ്രാർത്ഥനയിൽ നമുക്ക് തരുന്ന കാര്യങ്ങൾക്കകത്ത് ഭയങ്കര ആക്യുറസി ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, പ്രാർത്ഥിക്കുന്ന സമയം ദൈവം നമുക്ക് സമയങ്ങൾ പറഞ്ഞു തരാറുണ്ട്, കാലങ്ങൾ പറഞ്ഞു തരാറുണ്ട്, മാസങ്ങൾ പറഞ്ഞു തരാറുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ദൈവം ഇന്ന പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞതല്ലേ, ഇതൊക്കെ ദൈവം എന്നെ അറിയിച്ചിട്ടുള്ള കാര്യം പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ വളരെ ആശ്ചര്യകരമായി നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. അതായത് അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നിന്ന് നമുക്ക് കാര്യങ്ങൾ ശങ്ക കൂടാതെ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ നമുക്ക് സുതാര്യമായും നിഷ്കളങ്കമായും പറയാൻ കഴിയുന്നു. സുഹൃത്തെ, ഞാൻ എന്ന വ്യക്തിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ എന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്റെ പുറത്തെ ഈ മനുഷ്യന്റെ നേച്ചർ ആകണമെന്നില്ല എന്റെ അകത്തെ മനുഷ്യന്റെ നേച്ചർ. പുറത്തെ മനുഷ്യന്റെ പല ഷൈയും അകത്തെ മനുഷ്യൻ ഉണ്ടാകാറില്ല. പുറത്തെ മനുഷ്യന്റെ പല ഫീലിങ്സും അകത്തെ മനുഷ്യൻ ഉണ്ടാകാറില്ല. പുറത്തെ മനുഷ്യന്റെ പല ധാരണകളും അകത്തെ മനുഷ്യൻ ഉണ്ടാകാറില്ല. ഈ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ഒരിക്കലും പുറത്തെ മനുഷ്യനല്ല, പുറത്തെ മനുഷ്യൻ അവിടെ വിഫലമാകുകയാണ്. അവനവിടെ പ്രത്യേകിച്ച് ഒരു റോളും ചെയ്യാനില്ല. എന്നാൽ അവന് ചില വാർത്തകളുണ്ട്. ഇന്നത്തെ മനുഷ്യനാണ് 80% കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും ചെയ്യുകയും ചെയ്യുന്നത്. പുറത്തെ മനുഷ്യൻ ഒരു കാര്യം ദൈവത്തോട് ചെന്ന് നല്ല കർത്താവേ, പരിശുദ്ധനായ ദൈവമേ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് പോലെ അല്ല, അകത്തെ മനുഷ്യന്റെ മേൽ കിടക്കുന്ന ആത്മീയ വരത്തോടുകൂടെ അവൻ ദൈവസന്നിധിയിൽ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരങ്ങൾക്കും ദൈവം നമ്മുടെ അകത്ത് പകർന്നു തന്നിരിക്കുന്ന ആത്മാവിനും ഉള്ളത്. ആ ദൈവത്തോട് പ്രത്യേകിച്ചൊരു ഷൈ ഇല്ലാതെ, പ്രത്യേകിച്ച് വളച്ചുകെട്ടലുകളില്ലാതെ ഡയറക്ട്ലി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ മറുപടി വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ ഭാഷയിൽ ഒരു വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇന്ന് എന്റെ തലമുറയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങെനിക്ക് തന്നിരിക്കുന്ന ആത്മഭാഷകളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് താങ്കൾ ഒരു വിഷയം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ മാതൃഭാഷകളിൽ നാം പ്രാർത്ഥിക്കുന്നതിനേക്കാളും വേഗത്തിൽ വരുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എവിടെയും വായിക്കാൻ കഴിയുകയില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വേറെ എവിടെയും കേൾക്കാനും സാധ്യതയില്ല. ഇതൊക്കെ എന്റെ ജീവിത അനുഭവങ്ങളിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടുകളിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അന്യഭാഷ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ നിലനിൽപ്പിന്റെ കാരണവും അന്യഭാഷയിലുള്ള പ്രാർത്ഥനകളാണ്. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അന്യഭാഷ സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ സംസാരത്തിനുള്ള ഭാഷയാണ്
അന്യഭാഷകളെങ്കിലും, സംസാരത്തിനുള്ള ഭാഷകളാണ് അന്യഭാഷകളെങ്കിലും, എനിക്ക് എന്റെ സുഹൃത്തിനോട് സംസാരിക്കാൻ ഉള്ള ഭാഷയല്ല അന്യഭാഷ. എനിക്ക് എന്റെ ദൈവത്തോട് സംസാരിക്കാനുള്ളതും മനുഷ്യനുമൊത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ളതുമായ ഭാഷയാണ് അന്യഭാഷ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിപ്പോൾ നിങ്ങളോട് അന്യഭാഷയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് അന്യഭാഷകളിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ചാനൽ കട്ട് ചെയ്ത് നിങ്ങൾ പോകും. എന്നാൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ള ഭാഷ നാം സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയും എനിക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷ അന്യഭാഷയും എനിക്ക് നിങ്ങളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഭാഷ അന്യഭാഷയുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയോ? നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് മലയാള ഭാഷ, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹിന്ദി. എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ അന്യഭാഷ, മലയാളത്തിലുമാകാം അന്യഭാഷ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഭാഷ അന്യഭാഷ. ഈ 3 രീതിയിൽ ഈ ഒരു ആത്മീയ വരം പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ചിരുന്നാണ് അന്യഭാഷകളിൽ ഒരു മനസ്സോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വീണ്ടും വേഗത്തിലായിരിക്കും നമ്മുടെ വിടുതലുകൾ ഉണ്ടാകുക. നമ്മുടെ ഗ്രൂപ്പിൽ ചില പ്രിയപ്പെട്ടവരുമായി ഞാൻ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ 100% കണക്കിട്ട് കഴിഞ്ഞാൽ 99.9% അന്യഭാഷകളിലായിരിക്കും പ്രാർത്ഥനകൾ നടക്കുക. മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയുന്നത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ ശക്തിയും അതിന്റെ മഹത്വവും അതിന്റെ വിടുതലുകളും എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇന്ന് ഈ സഭയെ സ്നേഹിക്കുന്ന, ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളാകുക. 3 കാര്യം പറഞ്ഞു. 1, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകും. 2, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കും. 3, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വെളിപ്പാടുകൾക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. 4, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈല് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഒരു സ്പിരിച്വൽ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. അടുത്തൊരു പോയിന്റിലൂടെ ചേർത്ത് ഞാൻ പറയുന്നു, ജീവിതത്തിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും, ജീവിതത്തിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കും. അതോടുകൂടി ഞാൻ ചേർത്ത് പറയുന്നു, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ഭയങ്കര ഉറപ്പുണ്ടായിരിക്കും. നിങ്ങളിൽ പലരും പല തീരുമാനങ്ങൾ എടുത്തിട്ടും തെറ്റിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കും നിങ്ങൾ വാക്ക് കൊടുത്തിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച സമയമുണ്ട്. പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച സമയമുണ്ട്. എന്നാൽ ഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വ്യക്തമായ ഗൈഡൻസ് തരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള വ്യക്തമായ ഗൈഡൻസ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നിങ്ങൾ ഒരു ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഒന്നിനും തിടുക്കം കാണിക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വ്യക്തിയായിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഒരുപക്ഷെ മാനുഷികമായി തോന്നാൻ സാധ്യതയുണ്ട്, ഞാൻ എത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമിയുടെ സമയവുമായി നമുക്ക് ഒരിക്കലും സ്വർഗത്തിന്റെ സമയത്തെ നമുക്ക് തട്ടിച്ചു നോക്കാനായി കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും തിടുക്കമില്ലാത്ത വ്യക്തികൾ ആയിരിക്കും. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ഒരു ഉറപ്പ്, ഏത് കാര്യങ്ങൾക്കും ഭയങ്കരമായ ഉറപ്പ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇതുവരെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നിട്ടില്ല, ഞാൻ അന്യഭാഷയിലല്ല പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെയുള്ളവരോടും കൂടെയാണ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം ദൈവം ആരുടെ മേലും പകരാൻ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന ഉറപ്പ് തന്നിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ തിരുവെഴുത്താണ് അതിനേറ്റവും വലിയ ഉറപ്പ്. അതുകൊണ്ട് മാന്യ സുഹൃത്തെ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം.
നിങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി നിങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുക. കാരണം അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് വേണ്ടി ഒരു വ്യക്തി പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു വ്യക്തി പോലും എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ കൊതിയുണ്ട് എന്ന് ആഗ്രഹിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഏറ്റവും വലിയ ദാഹത്തോട് കൂടെ ഉള്ള പ്രാർത്ഥനകളാണ് മലയാളത്തിലെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ചേർത്ത് പറയുന്നത്. മലയാളത്തിലെ പ്രാർത്ഥന എന്റെ ഏറ്റവും കൂടുതൽ ദാഹത്തോടുകൂടെയുള്ള പ്രാർത്ഥനയും എന്റെ ഹല്ലേലൂയായും യേശുവിന്റെ രക്തവും ഒക്കെ തന്നെയാണ് പിതാവിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ മേൽ ഈ ഒരു ആത്മീയ വരം പരിശുദ്ധാത്മാവ് പകർന്നു തന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പകരാൻ 1.5 വർഷവും 1.5 പതിറ്റാണ്ടും ഒന്നും വേണ്ട കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പതിയാൻ വിത്തിൻ സെക്കൻഡ്സ്, മൈക്രോ സെക്കൻഡ്സ് മതി. നിങ്ങൾ അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ഇന്ന് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യുക തന്നെ ചെയ്യും. അന്യഭാഷയിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലും നിശ്ചയമായിട്ടും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നാം ഡെഡിക്കേഷനോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തു തരും. അന്യഭാഷകളിൽ വീണ്ടും നാം പ്രാർത്ഥിച്ച് മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗീയ ദർശനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരും. അന്യഭാഷയിൽ നാം പ്രാർത്ഥിച്ച് മുന്നേറുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ബാരിയേഴ്സായി, തടസ്സങ്ങളായി, പോരാട്ടങ്ങളായി നിൽക്കുന്ന പല ആത്മ മേഖലകളിലേക്കും നമ്മുടെ സ്പിരിറ്റ് എൻട്രി ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നാം ഇരിക്കുന്നത് നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചേർച്ചിനകത്ത്, നാം പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിനകത്ത് നാം ഇരുന്നാണ്, ആ സ്ഥലത്തിരുന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് എങ്കിലും അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു വായി തുറക്കുമ്പോൾ നിങ്ങളിലേക്ക് മറ്റൊരു വേൾഡ് തന്നെ തുറന്നു കിട്ടുകയാണ്. അതായത് നമുക്ക് മനുഷ്യ ശരീരം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയാത്തതും എന്നാൽ നമ്മുടെ ആത്മശരീരം കൊണ്ട് പ്രവേശിക്കാൻ കഴിയുന്നതുമായ മറ്റൊരു വേൾഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് നാം അത് മൂവ് ചെയ്യുകയാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നാം നമ്മുടെ ശബ്ദത്തോടുകൂടെ നാം മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയാത്ത പല പ്രസൻസും ആ സമയം നമുക്ക് കഴിയും. ഭാഷകളെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ഫൈറ്റുകൾ ചില സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിന്റെ അടുത്ത് ആരോ വന്ന് ചേർന്ന് നിൽക്കുന്നത് പോലെ, നിങ്ങൾ ആരോ തുറിച്ചു നോക്കുന്നത് പോലെയൊക്കെയുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് അത് ഹീറ്റാകണം, ചൂടാകണം. അത് ചൂടാകുന്നതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു തിരിച്ചറിയാനുള്ള ശക്തി, ഈ സ്പിരിറ്റുകളെ തിരിച്ചറിയാനുള്ള, പ്രസൻസ് തിരിച്ചറിയാനുള്ള, ഇവിടുത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള, ആ സമയങ്ങളെ മനസ്സിലാക്കാനുള്ള, അവന്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാനുള്ള, ആ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനുള്ള പല ഐസും ആ സമയം ഓപ്പണാണ്. നമുക്ക് അറിയാൻ കഴിയും, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ ക്ഷണത്തിൽ നിങ്ങൾ തകർക്കേണ്ടതിനെ ദൈവം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ തകർക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശാസിക്കപ്പെടേണ്ടത് ദൈവം തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തന്ന് അതിനെ ശാസിക്കുകയും നിങ്ങൾ വെട്ടി മാറ്റേണ്ടതിനെ ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വെട്ടി മാറ്റുകയും ചെയ്യുന്ന ഒരു സമയമാണ് അന്യഭാഷയുടെ ഏറ്റവും പവർഫുൾ ആയിട്ട് ടൈമിൽ നിൽക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ ഫലം എന്താന്ന് ചോദിച്ചാൽ അസാധാരണമായ വിടുതലുകളായിരിക്കും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് സ്പിരിറ്റ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയും. നമുക്ക് പോരാട്ടം ഇല്ലെന്നല്ല, നമുക്ക് പോരാട്ടമുണ്ടെങ്കിൽ അത് മനുഷ്യരോടല്ലെന്നുള്ളത്, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളോടല്ലെന്നുള്ളതാ. ആ വ്യക്തിയെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആക്കി മാറ്റുന്ന ഒരു സ്പിരിറ്റിനോടാണ് നമുക്ക് ഫൈറ്റ് ഉള്ളത്. ആ സ്പിരിറ്റിനോട് ഒരിക്കലും നമ്മുടെ ജഡശരീരം കൊണ്ട് നമുക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. ജഡശരീരം കൊണ്ട് നമുക്ക് തർക്കിക്കാൻ പറ്റുന്നത് ആ മനുഷ്യനോട് മാത്രമേ. സാത്താന്റെ ആവശ്യവും അത് തന്നെയാണ്. സുഹൃത്തെ, നിന്റെ ജീവിതത്തെ വ്യക്തമായ ഒരു ലക്ഷ്യബോധമുള്ളതായി തീരണമെന്ന് ഒരിക്കലും സാത്താൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ആത്മീയ ജീവിതം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ മുമ്പോട്ട് പോകണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം അത് വളരെയേറെ ആഗ്രഹിക്കും.
അതുകൊണ്ടാണ് ഇന്ന് ഈ രാത്രിയിലും ഈ സന്ദേശം മാന്യ സുഹൃത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഭാഷകളെ കുറിച്ച് ഇനിയും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ വേൾഡിലേക്ക്, ആ സ്വർഗീയ മേഖലകളിലേക്ക്, ആത്മമണ്ഡലങ്ങളിലേക്ക്, സ്വർലോകങ്ങളിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് സഹായിക്കുകയും അവിടെയുള്ള ഡീമൺ സ്പിരിറ്റിനോട്, അവിടെയുള്ള അൺക്ലീൻ സ്പിരിറ്റിനോട്, ഭൂതങ്ങളോട് നിങ്ങളെ യുദ്ധം ചെയ്യാൻ ശക്തനായി തീരുന്നത് നിങ്ങൾ ആത്മഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ. ഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ ശക്തിയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. അതേസമയം നിങ്ങളെ വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വർഗീയ ദൂതന്മാരുണ്ടാകും. ആ സമയം നിങ്ങൾ വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വർഗീയ ആവരണം ഉണ്ടാകും. ആവരണത്തിനകത്തു നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന് നിന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം ശത്രു രാജ്യത്തെ തകർക്കാൻ വേണ്ടി അവരുടെ അണിയറയിൽ ഒരുക്കുന്ന ഒരു പദ്ധതികളും അവരുടെ ഒരു കോൺവെർസേഷൻസും അണിയറയിൽ നിന്ന് പുറത്തു പോകാത്തതുപോലെ ചട്ടക്കൂടിനകത്ത് ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും സ്വർഗത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് നടക്കുന്ന ഞാൻ ദൈവത്തോടും ദൈവം എന്നോടും പറയുന്ന വാക്കുകൾ ഒരിക്കലും ശത്രു എത്ര തന്നെ ചേർന്നു വന്ന് നിന്നാലും അവന് മനസ്സിലാകുകയില്ല. കാരണം ഒരു പ്രത്യേക സ്വർഗീയ ആവരണത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് നാം ഓരോരുത്തരും ആത്മഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ നാം ഓരോ പ്രാർത്ഥനകളും മർമ്മം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ പ്രാർത്ഥനകൾക്കും ഓരോ സബ്ജക്റ്റുകളുടെയും മൈന്യൂട്ടായിട്ടുള്ള മർമ്മങ്ങൾ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുവിന് ഒരിക്കലും നിന്റെ ഓപ്പറേഷനെ തകർക്കാൻ കഴിയത്തില്ല. വലിയ ഒരു സ്പിരിച്വൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് നാം സജ്ജരായിരിക്കണം. നാം തളർന്നു പോകാതെ, നാം ഒന്നിനാലും ബാധിക്കപ്പെടാതെ, നാം നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും വീര്യവും കുറഞ്ഞു പോകാതെ, വിശ്വാസവും കുറഞ്ഞു പോകാതെ നമുക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാനും നിങ്ങളും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആത്മവരങ്ങൾ പ്രാപിക്കുന്നവരായിരിക്കണം. സമയമൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ എന്നാണ് പറയുന്നത്. അപ്പോ ആത്മവരം ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ആത്മവരമില്ലാത്തവർ അന്യഭാഷയെ കുറ്റപ്പെടുത്തുന്നു. ആത്മവരമില്ലാത്തവർ അതെല്ലാവരും കേൾക്ക പ്രാർത്ഥിക്കേണ്ടതല്ലെന്ന് പറയുന്നു. ആത്മവരമില്ലാത്തവർ ഇതൊന്നും ദൈവത്തിന്റെ നല്ലെന്ന് പറയുന്നു. എന്നാൽ നീയോ സുഹൃത്തെ, ഞാനും നിങ്ങൾ ആത്മവരത്തിൽ നിറയണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതം ജയകരമായി മുമ്പോട്ട് പോകണമെങ്കിൽ ആത്മവരത്തോടുകൂടിയേ നമുക്ക് മുമ്പോട്ട് പോകാനായി കഴിയുകയുള്ളൂ. വരം തുറന്നാൽ വഴി തുറന്നു എന്നാണ്. വരം തുറന്നാൽ വഴി തുറന്നു എന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ ആരെങ്കിലും ആത്മവചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ദിവസം എടുക്കാം. അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അടുത്ത ദിവസം വീണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഇത് പരമാവധി മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കുക. കാരണം ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് വളരെ പ്രയോജനമാണ്. അതുകൊണ്ട് ഇത് സമയത്തിന്റെ കുറവുകൊണ്ട് ഇവിടെ ഞാൻ ഇത് നിർത്തുന്നുവെങ്കിൽ ഇതിന്റെ തുടർച്ച ഞാൻ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ആരെങ്കിലും ഒരു ആത്മവരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോട്ടെ. അഭിഷേകം ചെയ്യാൻ ദൈവമാണ് വിശ്വസ്തൻ. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങളുടെ കണ്ണുകളെല്ലാം ദൈവസ്ഥിതി വിശ്വാസത്തോടെ അടയട്ടെ. നല്ല കർത്താവേ, ഞാൻ ഈ സമയം എന്നെ കാണുന്ന ഓരോ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരിൽ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ സ്വർഗീയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. അവരിപ്പോൾ അന്യഭാഷകൾ അവരുടെ നാവിൽ വെളിപ്പെട്ടു തുടങ്ങട്ടെ. ദൂതൻ ഒരു കൊടിൽ കൊണ്ട് അവരുടെ നാവെ തൊടുന്നത് പോലെ അവരിപ്പോൾ ആ സ്വർഗീയ ശക്തി അവരുടെ ശരീരങ്ങൾ അനുഭവിക്കട്ടെ. അവരിപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. എന്നെ രോഗികളായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ മേലെ അടിപ്പിണറുകളാൽ അവർക്ക് സൗഖ്യം വരട്ടെ. കർത്താവ് ഇപ്പോൾ ഇവരെ സ്പർശിക്കണം, മനസ്സമാധാനം നൽകണം, സ്വസ്ഥത നൽകണം. ഇവരുടെ തലമുറകളുടെ മേലൊരു വലിയ വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കർത്താവെ, പല വിഷയങ്ങളാലും ആവശ്യഭാരത്താലും ഇരിക്കുന്ന ഓരോ ദൈവമക്കളും അവരുടെ ജീവിതത്തിലും ഇപ്പോൾ ഈ ദൈവ സാന്നിധ്യം വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്ത അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്.
ഇതേ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിച്ചാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഇതേ നമ്പർ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലും ഞങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ചോദ്യങ്ങൾ ഉപയോഗിക്കുക. അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.